ഹായ് ആപ്യവൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിചിത്ര ജീവ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രംഗ് ഭരെ ലിഖെ എന്നുള്ളതാണ്. കളർ ചെയ്യുക എന്നിട്ട് പേരെഴുതുക. അപ്പം താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിനെ കളർ ചെയ്തിട്ട് അത് ഏതൊക്കെ ജീവികളാണ് എന്ന് എഴുതുക. അതാണ് വേണ്ടത്. ഓക്കെ, ജീവികൾ മാത്രമല്ലാട്ടുള്ളത്, ആ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് എഴുതണം. അപ്പം ആദ്യത്തെ എന്താണ്? ഒരു മീനാണ് അല്ലെ. അപ്പൊ മീനിനെ എന്താ പറയാ? മച്ഛലി, മച്ഛലി എന്ന് എഴുതുക. പിന്നെന്താണ്? പിന്നീട് ഞണ്ടിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഞണ്ടിന് എന്താ പറയുന്നത്? കേക്കിട, കേക്കിട എന്നാണ്. അപ്പം ഞണ്ട് കേക്കിട. പിന്നെന്താണ്? ഒരു മരത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം പേട്. ഇനി നെക്സ്റ്റ് എന്താ വെച്ചാല് ഖുഷിക്കോ ലക്ഷ്യ പർ പਹੁഞ്ചായ എന്നുള്ളതാണ്. ഖുഷി നിൽക്കുന്നുണ്ട് ബോളുമായിട്ട്. പിന്നെ എന്താണ്? താലാബ്, ഒരു കുളം. ടോക്രി, ഒരു കൊട്ട കാണിച്ചിട്ടുണ്ട്. പിന്നെ ഘർ, വീട് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താണ്? ഖുഷിക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും താലാബാണ് കറക്റ്റ് സ്ഥലം എന്നുള്ളത്. വേറെ ഉള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇപ്പം ടോക്രിയുടെ അടുത്തേക്കും ഘറിന്റെ അടുത്തേക്കൊന്നും കറക്റ്റ് ആയിട്ട് വരാനായിട്ടുള്ള വഴിയില്ല എന്ന് മനസ്സിലാവും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. എന്താണ്? ഖുഷി ഓർ ബോൾ കഹാ ജാ രഹി ഹെ. ഖുഷിയും ബോളും കൂടിയിട്ട് എവിടേക്കാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഖുഷി ഓർ ബോൾ താലാബ് കെ പാസ് ജാ രഹി ഹെ. ഖുഷിയും ബോളും എന്താണ്? താലാബ് കെ പാസ് ജാ രഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് കുളത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത് എന്നാണ്. നെക്സ്റ്റ് എന്താണ്? ചിത്ര ദേഖെ ലിഖെ എന്നാണ് പറയുന്നത്. ചിത്രം നോക്കുക എന്നിട്ട് എഴുതുക. അപ്പൊ ഈ ചിത്രത്തില് എന്തൊക്കെ കാണാനുണ്ട്? മരം കാണാനുണ്ട്, കുരങ്ങനെ കാണാനുണ്ട്, രണ്ട് മീനുകളെ കാണാനുണ്ട്, ഒരു തവളയെ കാണാനുണ്ട്, പിന്നെ ഒരു കൊക്കിനെയും കാണാനുണ്ട് അല്ലെ. അപ്പം അതിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്നാണ് താഴെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. യ ക്യാ ഹെ, യ കോൺ ഹെ. ഇതെന്താണ്, ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം ഇതെന്താണ്? യ താലാബ് ഹെ, ഇതൊരു കുളമാണ്. യ മേൻഡക് ഹെ, ഇതൊരു തവളയാണ്. യ ബന്ദർ ഹെ, ഇതൊരു കുരങ്ങനാണ്. യേ മച്ഛലി ഹെ, എന്താണ്? ഇത് മീനുകളാണ്. മച്ഛലി ഹെ, ആ ഹേന്റെ മുകളിൽ ഡോട്ട് ഇടാനുള്ള കാരണം പ്ലൂരൽ ആയതുകൊണ്ടാണ്, ഒന്നിൽ കൂടുതൽ മച്ഛലി ഉണ്ട്. യ ബഗുല ഹെ, ഇത് എന്താണ്? കൊക്കാണ്. യേ പേട് ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഇവ മരങ്ങളാണ്. ഇവ മീനുകളാണ്, ഇവ മരങ്ങളാണ്. അത് ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്? യ പഹാഡ് ഹെ, ഇതൊരു മലയാണ്. പിന്നെ വേണമെങ്കിൽ ഇവിടെ ചെറിയ പൂക്കളൊക്കെ കാണാനുണ്ട്. അപ്പം യ ഫൂൽ ഹെ, യ പത്തേ ഹെ, അല്ലെങ്കിൽ യ ഘാസ് ഹെ എന്നൊക്കെ എഴുതാം നിങ്ങൾക്ക്. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കള്. പത്താന്ന് വെച്ചാൽ ഇല. ഘാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല്. പിന്നെ ഈ തവള ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മരക്കഷ്ണം എടുക്കുന്നുണ്ട്. അപ്പം യ ലക്ഡി ഹെ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള കുറച്ചെണ്ണം എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ എന്താണ് ചോദിക്കുന്നത്? താലിക ദേഖെ ചിത്രക്കോ റംഗ് ദേ. അതായത് ഈ തന്നിട്ടുള്ള ടേബിൾ നോക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് താഴെയുള്ള ചിത്രത്തിന് കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ കച്ചുവ, കച്ചുവ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമ. ആമയ്ക്ക് എന്ത് കളർ കൊടുക്കാനാ പറയുന്നത്? ബ്രൗൺ കളർ. ബ്രൗണിന് എന്താ പറയുന്നത് ഹിന്ദിയില്? ഭൂറ, ഭൂറ എന്നാണ് പറയുന്നത്. പിന്നെ മച്ചിലി, മച്ചിലിക്ക് യെല്ലോ കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പം യെല്ലോ കളറിനെ എന്താ ഹിന്ദിയിൽ പറയാ? പീല. യെല്ലോ പറഞ്ഞു കഴിഞ്ഞാല് പീല. പിന്നെ മേണ്ടക്, മേണ്ടക് പറഞ്ഞാൽ എന്താ? തവള. അതിന് ഗ്രീൻ കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഹര. ഗ്രീൻ എന്താ പറയാ? ഹര. പിന്നെ പൂല് എന്ന് വെച്ചാൽ എന്താ? പൂക്കള്. അതിന് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. അതിനെന്താ പറയുന്നത്? ലാൽ. റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ എന്നാണ്. കൗവ, കൗവ പറഞ്ഞ എന്താ? കാക്ക. കാക്കയ്ക്ക് കൊടുക്കേണ്ട കളർ എന്താ? കാല. ബ്ലാക്ക് കളറിന് എന്താ പറയാ? കാല എന്നാണ് പറയാ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്ര ദേഖേ ഓർ ഖാലി സ്ഥാൻ വരെ എന്നുള്ളതാണ്. ചിത്രം നോക്കിയിട്ട് എന്താണ്? ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുള്ള സ്ഥലത്ത് ഫില്ല് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ ഒരു കുരങ്ങനാ ഉള്ളത്. അപ്പൊ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഏക് ബന്ദർ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേൽ എന്താണ്? രണ്ട് ആമേനെ കാണിച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ദോ കച്ചുവേ എന്നാണ് എഴുതുന്നത്. പിന്നെ നെക്സ്റ്റ് 3 എന്തിനെയാണ്? കൊക്കിനെ കാണിച്ചിട്ടുണ്ട്. തീൻ ബഗുലേ. പിന്നെ എന്താ? 4 മീനുകളെ കാണിച്ചിട്ടുണ്ട്. 4 മച്ഛലിയ. 5 പൂക്കൾ കാണിച്ചിട്ടുണ്ട്. അപ്പോ 5 ഫൂൽ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പെഹച്ചാനെ ഖംബ ബരെ. സുബ ചിടിയ തിൻക ഘർ കലിയ പേട് രാത് ധൂപ്പ് ഖുഷി എന്നൊക്കെ കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്.
താഴെയുള്ള ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക് ഏതാന്ന് നോക്കുക. ചെടിയ, അപ്പൊ അത് എഴുതി. കാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക് ഏതാണ്? കല്ലിയ എന്നുള്ളതാണ്. അപ്പം കായന്റെ നേരെ കല്ലിയ എന്ന് എഴുതുക. താ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? തിൻക എന്നുള്ള വാക്കാണ്. അപ്പൊ അത് തിൻക എന്നുള്ളത് എടുത്തെഴുതുക. റാ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? രാത്ത് എന്നുള്ള വാക്കാണ്. അപ്പം റാക്ക് നേരെ രാത്ത് എടുത്തെഴുതുക. പിന്നെ സാ വെച്ചിട്ട് എന്താ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? സുബ എന്നുള്ളതാണ്. അപ്പം അത് എടുത്തെഴുതുക. പിന്നെന്താ? പാ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പേട്. ഘ വെച്ചിട്ട് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഘർ എന്നുള്ള വാക്കാണ്, ഘർ. അപ്പൊ അത് എടുത്തെഴുതുക. പിന്നെ ഖ വെച്ചിട്ട് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഖുഷി എന്നുള്ള വാക്കാണ്. ലാസ്റ്റ് എന്താ? ധ. ധ എന്നുള്ള അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക് ഏതാണ്? ധൂപ്പ്. അപ്പം അത് എടുത്തെഴുതുക. അപ്പം അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.